Hi, hello, namaskaram. Welcome back to Learning CVGC and Gobu Chandran. So guys, RRB NTPC CVT 1 എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്താ എന്നും ചോദിച്ച ഒരുപാട് ഡൗട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ഈ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. പണ്ടത്തെ പോലെ എന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏതൊരു ഗ്രൂപ്പ് ഡി ആണെങ്കിലും എൻ ടി പി സി ആണെങ്കിലും ഒരുപാട് ഷിഫ്റ്റുകൾ നടത്തുന്നതുകൊണ്ട് നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പണ്ട് ആ നോർമലൈസേഷൻ ഒറ്റ ഷിഫ്റ്റായിട്ട് നടത്തുന്നതുകൊണ്ട് ആ പരിപാടി ഇല്ല. ഇപ്പൊ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നോബഡി ക്യാൻ പ്രെഡിക്റ്റ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. ഇപ്പൊ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാം. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്താ, നിങ്ങൾ പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനൽസ് തന്നെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഓക്കെ, ഈ പറയുന്ന ടീംസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മിക്കവാറും അവരുടെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത് അവരുടെ കോഴ്സ് എന്താണ്, നിങ്ങൾ എപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ചേരാം, അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സിൽ ചേരണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഒരു ട്രാപ്പിൽ വീഴാതിരിക്കുക. കട്ട് ഓഫ് എന്ന് പറയുന്നത് നോർമലൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യും, അതിൽ എഴുതിയ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സാമിന്റെ ഷിഫ്റ്റ് ഏത് ഷിഫ്റ്റ് ആണ് നിങ്ങൾ എഴുതിയ അതിനെ ഡിപ്പെൻഡ് ചെയ്യും, ടഫ്നെസ് ഓഫ് എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നോർമലൈസേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കട്ട് ഓഫ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് പോലുള്ള നല്ല വലിയ ആപ്സും കാര്യങ്ങളും ഉണ്ടല്ലേ, അവരും ചിലവരൊക്കെ പറയുന്നുണ്ട് ലൈക്ക് 70 to 85 അവരെ റേഞ്ചാണ് പറയുന്നത്. ചിലർ എക്സാക്ട് കറക്റ്റ് ആയിട്ട് 70 എന്നൊക്കെ പറയും, അതൊന്നും വിശ്വസിക്കില്ല ദയവ് ചെയ്ത്. ഈവൻ സം റേഞ്ച് അവരെങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരൊരു ജസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്ന പോലെ ഓരോ ഷിഫ്റ്റിലും നിങ്ങൾ തന്നെ നിങ്ങളുടെ ആൻസർ അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ഏകദേശം എത്ര മാർക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് തന്നെ പേപ്പർ കണ്ടറിയാലോ, ഒരു മാത്സിൽ 25 ക്വസ്റ്റ്യൻസ് നല്ല അറ്റംപ്റ്റ് ആണെന്നാ പറയാ, നല്ല കറക്റ്റ് നല്ല അറ്റംപ്റ്റ് 25 നല്ല അറ്റംപ്റ്റ് ആണ്, റീസണിംഗ് 25 നല്ലൊരു അറ്റംപ്റ്റ് ആണ്, GK 15 to 20 നല്ല അറ്റംപ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ 65 to 70 എന്നൊക്കെ ഒരു ആവറേജ് കട്ട് ഓഫ് എന്നൊക്കെ അവർ പറയുന്നത്. നമ്പർ ഓഫ് അറ്റംപ്റ്റിനെ വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 65 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്ക് കുട്ടിക്ക് ഇത് കിട്ടണമെന്നില്ല. ആ ഷിഫ്റ്റ് വളരെ ഈസി ആണെങ്കിൽ അവൻ അത്രയും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ ക്രാക്ക് ചെയ്യണമെന്നില്ല. അതേസമയം ചിലപ്പോൾ 45-50 ക്വസ്റ്റ്യൻ എഴുതിയ കുട്ടിയാണെങ്കിൽ ടഫ് ഷിഫ്റ്റ് ആണെങ്കിൽ നോർമലൈസേഷനിൽ മാർക്ക് കൂടി അവൻ ചിലപ്പോൾ കയറാം. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ചിലപ്പോൾ 65 മാർക്ക് കിട്ടിയാലും നമ്മൾ കയറാം, അല്ലെങ്കിൽ 65 മാർക്ക് കിട്ടി കയറാതിരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് അതിനെങ്ങനെ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പഠിക്കുക, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും പഠിക്കുക. കാരണം ഭാഗ്യം ഏത് വഴിയാണ് വരുന്നതല്ല. ചിലപ്പോൾ 40-45 മാർക്ക്, എനിക്ക് അറിയുന്ന ഒരാൾ 40 മാർക്ക് കിട്ടിയ ഒരാൾ 45 മാർക്ക് സംതിങ് കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയിൽ കയറിയിട്ട് ഇപ്പോൾ ആള് വർക്ക് ചെയ്യുന്നുണ്ട് പാലക്കാട്. സോ ഓഫ്കോഴ്സ് അത് SC ST EWS അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും, കാറ്റഗറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. എങ്കിലും ജനറൽ ആണെങ്കിൽ പോലും 60-65 മാർക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുക. ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത എക്സാം ഉണ്ടല്ലോ, അതൊന്നും പഠിച്ചത് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. സോ വാട്ട് എവർ മാർക്സ് യു ഹാവ്, ജസ്റ്റ് സ്റ്റഡി. ഓക്കെ, നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക, കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. മാർക്ക് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു, ടേക്ക് കെയർ.